ഹലോ ബ്യൂട്ടിഫുൾ ബട്ടർഫ്ലൈ. അന്നേരം ഞാൻ GP-ലോട്ട് പോണ വഴിയാണ്. കാരണം എൻ്റെ മരുന്ന് തീർന്നിട്ട് ഏകദേശം 1 മാസമായി. ഞാൻ GP-നെ വിളിക്കാൻ തുടങ്ങിയിട്ടും അത്ര തന്നെ ആയിട്ടുണ്ട്. പക്ഷേ എപ്പോൾ വിളിച്ചാലും അപ്പോയിൻമെൻറ്റ് ഇല്ല, അപ്പോയിൻമെൻറ്റ് ഫിനിഷായെന്ന് പറയും. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് മെഡിസിൻ ഇല്ലാണ്ട് പറ്റില്ല, എൻ്റെ തീർന്നിട്ട് 1 മാസമായി. ഇങ്ങനെ ഇന്നും രാവിലെ വിളിച്ചപ്പം 8:30 വിളിക്കാൻ പറഞ്ഞാൽ ഞാൻ 8:30 തൊട്ട് ട്രൈ ചെയ്യുവാണ്. അന്നേരം നിങ്ങൾ ഫോണ് കണക്റ്റ് ആവുന്നില്ല, അപ്പോൾ എനിക്ക് മെഡിസിൻസ് ഇല്ലാണ്ട് പറ്റുന്നില്ല. എനിക്കിപ്പം എന്താണെങ്കിലും മെഡിസിൻസ് കിട്ടിയേ പറ്റത്തുള്ളൂ, എനിക്ക് ഹെൽത്ത് ഭയങ്കര പ്രോബ്ലമാണെന്ന് പറഞ്ഞ്. സോ അന്നേരം അവരെന്നോട് പറഞ്ഞ് എന്നാൽ ഉച്ചയ്ക്ക് 1:30 ആകുമ്പോൾ ഒന്ന് വിളിക്കാൻ. അപ്പം ഞാൻ നൈറ്റ് കഴിഞ്ഞ് വന്നതാ, ഒന്ന് കിടന്ന് ഉറങ്ങി. പക്ഷെ അവർ എന്തോ ഇങ്ങോട്ട് വിളിച്ചിട്ട് മെഡിസിൻസ് പ്രിസ്ക്രിപ്ഷൻ അവർ ആക്കിയിട്ടുണ്ട്, ഡോക്ടർ പ്രിസ്ക്രിപ്ഷൻ തന്നിട്ടുണ്ട്, വരാൻ പറഞ്ഞ്. ബ്ലഡ് ടെസ്റ്റിന് അപ്പോയിൻമെൻറ്റും കിട്ടി. പക്ഷേ ലാസ്റ്റ് ഒരു 3 വീക്സ് ആയിട്ട് ഞാൻ അവരെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, എനിക്ക് ബ്ലഡ് ടെസ്റ്റിൻ്റെ അപ്പോയിൻമെൻറ്റ് വേണം, എനിക്കെൻ്റെ പ്രിസ്ക്രിപ്ഷൻ ജനറേറ്റ് ചെയ്യണം. അപ്പോഴൊന്നും അവർ തരൂല. ഇല്ല, ഫസ്റ്റ് ഡോക്ടറിനെ കാണും, കുറച്ച് നാളായല്ലോ, എന്നാൽ അപ്പോയിൻമെൻറ്റ് തരുമോ അതും ഇല്ല. അപ്പോൾ എന്ത് ചെയ്യും, നമ്മളിവിടെ വന്ന് മരിച്ചാൽ പോലും നമുക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടില്ല. പിന്നെ ഇപ്പം വിൻ്റർ ആയി കഴിഞ്ഞാൽ ഒട്ടും നമുക്ക് കിട്ടത്തില്ല പ്രിസ്ക്രിപ്ഷനും, അല്ലെങ്കിൽ പ്രിസ്ക്രിപ്ഷൻ ജനറേറ്റ് ചെയ്യുമായിരിക്കും, പക്ഷേ ഡിലേ ഉണ്ട്. വിൻ്റർ ആയി കഴിഞ്ഞാൽ നമുക്ക് ട്രീറ്റ്മെൻറ്റ്സ് പ്രോപ്പറായിട്ട് കിട്ടാനുള്ള ചാൻസസ് വളരെ കുറവാണ്. അപ്പോയിൻമെൻറ്റ്സ് ഇല്ല, നേഴ്സസിൻ്റെ അവൈലബിലിറ്റി ഒക്കെ ഭയങ്കര ശോകമായിരിക്കും. അത് ഞാൻ പറഞ്ഞല്ല, ഞാനിവിടെ ഫാർമസി പോയി ചോദിച്ചു. എനിക്ക് GP കണക്റ്റ് ആവാത്തതുകൊണ്ട് ഞാൻ ഫാർമസി പോയി ഫാർമസിസ്റ്റിനെ കണ്ടപ്പോൾ അവർ പറഞ്ഞു അവർക്ക് ചെയ്യാൻ പറ്റത്തില്ല, GP തന്നെ പോകണം. കാരണം ഞാൻ ഇതുവരെ GP-ൽ കാണിച്ചിട്ട് ആ പർട്ടിക്കുലർ കാരണത്തിന് കാണിച്ചിട്ടില്ലാത്തതുകൊണ്ട് അവർ പറഞ്ഞ് ഫസ്റ്റ് നമ്മൾ GP പോയി കൺസൾട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ പിന്നീട് ഫാർമസിസ്റ്റ് നോക്കാം. പക്ഷേ ഈ ഫാർമസിസ്റ്റ് അങ്ങനെ പറഞ്ഞു. എന്നിട്ട് പുള്ളിക്കാരത്തിൻ്റെ ഡ്രൈവറിനെ എൻ്റെ ഡീറ്റെയിൽസൊക്കെ എല്ലാം എഴുതിയെടുത്ത് ഞാനിത് GP കൊണ്ട് കൊടുക്കാൻ ഡ്രൈവറോട് പറയാം, കാരണം വിൻ്ററായ ട്രീറ്റ്മെൻറ്റ് കിട്ടില്ല. സോ ഞാനിത് അവരെ അറിയിക്കാം. പക്ഷേ എനിക്ക് ഫാർമസിസ്റ്റിന് ഉറപ്പില്ല GP വിളിക്കുമോ എന്നുള്ളത്. വെള്ളിയാഴ്ച വരെ നോക്കി GP വിളിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും GP-നെ കോൺടാക്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ GP ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ് ഫാർമസിസ്റ്റ് എന്നോട് പറഞ്ഞത്. ഞാൻ പോകുന്ന ആ പർട്ടിക്കുലർ GP അങ്ങനെയാണ്, ഒത്തിരി കംപ്ലയിൻസ് ഉണ്ട് എന്ന് പറഞ്ഞു. പക്ഷേ എന്താ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ എൻ്റെ വീടിനടുത്ത് തൊട്ടേ 2 മിനിറ്റ് അപ്പുറം ഒരു GP ഉണ്ട്. ഇനി അങ്ങോട്ടേക്ക് ചേഞ്ച് ചെയ്യാമെന്ന് വിചാരിച്ചാലും ഞാനൊരു മാസം കഴിയുമ്പം സ്കോട്ട്ലൻഡിൽ നിന്ന് പോവല്ലേ, അന്നേരം പിന്നെ അത് വെറുതെ ആവില്ലേ. ജസ്റ്റ് 1 മാസത്തേക്ക് ഒരു 2-3 വീക്സ് എടുക്കും എന്നാണെങ്കിലും GP ചേഞ്ചായി കിട്ടാൻ. അന്നേരം ഞാൻ പോകാറേ ആവും, അപ്പം പിന്നെ വിൻ്റർ തുടങ്ങാറേ ആവും. അന്നേരം മെഡിസിൻസും ട്രീറ്റ്മെൻറ്റും വീണ്ടും ശോകമാവും, നമ്മളെ ഹെൽത്ത് വീണ്ടും വീക്കാവും. നമുക്ക് നമ്മുടെ ഹെൽത്ത് ഇമ്പോർട്ടൻ്റ് ആണല്ലോ. നമുക്കിപ്പോൾ ജോലിക്ക് പോകണമെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങളാണെങ്കിലും ടേക്ക് കെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആരോഗ്യം വേണം. ആരോഗ്യം വേണമെങ്കിൽ നമുക്കുള്ള ബുദ്ധിമുട്ടുകൾക്കുള്ള മെഡിസിൻസ് നമ്മൾ എടുക്കണം പ്രോപ്പറായിട്ട്, അല്ലെങ്കിൽ ചെക്കപ്പുകൾ പ്രോപ്പറായിട്ട് ചെയ്യണം. അതിനൊന്നും പറ്റത്തില്ലാത്തൊരവസ്ഥ. അപ്പം എൻ്റെ ഈ GP-യിലേക്ക് നടന്ന് വരാനുള്ള നിവൃത്തിയുള്ളൂ, ബസ്സുകളൊന്നും കാണിക്കുന്നില്ല വീട്ടിൽ നിന്ന്. അപ്പോൾ നടന്ന് ഒരു 16 മിനിറ്റ്സ് ആണ് നടക്കാൻ. ഇപ്പം സമ്മർ ആണെങ്കിൽ പോലും റെയിനിയാണ്, തണുപ്പാണ്, ജാക്കറ്റ് ഇല്ലാണ്ട് പറ്റില്ല. അപ്പം GP-ലോട്ട് പോവാണ്, നമുക്ക് നോക്കാം. എനിക്ക് ബ്ലഡ് ടെസ്റ്റിന് മൺഡേ എനിക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടി. ഇനി അന്നേരം അറിയാം നേഴ്സ് എന്ത് പറയുന്നു. ഇനി അടുത്ത ഡോക്ടറിന് അപ്പോയിൻമെൻറ്റിന് അന്ന് തിങ്കളാഴ്ച തരുമോ, അത് ഞാൻ വീണ്ടും ഇനി GP-നെ വിളിക്കാം അവർ പറയുമോ. അങ്ങനെയാണെങ്കിൽ വെരി ഡിഫിക്കൽട്ടാണ് വീണ്ടും അപ്പോയിൻമെൻറ്റ് ഡോക്ടറിൻ്റെ അടുത്തുനിന്ന് കിട്ടാൻ. 8:30 ആകുമ്പം വിളിക്കണമെന്ന് അവർ പറയും. 8:30 തൊട്ട് നമ്മൾ വിളിക്കുമായിരിക്കും, പക്ഷേ നല്ല ബിസി ആയിരിക്കും. എമർജൻസി ഇന്ന് രാവിലെ വിളിച്ചപ്പോഴാണ് പറഞ്ഞത് എമർജൻസി മാത്രമേ എടുക്കുകയുള്ളൂ. പിന്നെ എനിക്കും എമർജൻസിയാണ്, ഞാൻ എത്ര ദിവസമായിട്ട് വിളിക്കുന്നതാണ്, ഇനിയും എനിക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ കടുപ്പിച്ച് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോഴെങ്കിലും അവരെനിക്ക് ആ ഒരു പ്രിസ്ക്രിപ്ഷൻ എങ്കിലും കിട്ടി. കിട്ടി, എനിക്ക് എൻ്റെ പ്രിസ്ക്രിപ്ഷൻ കിട്ടി. ഏറെ കാലത്തിന് ശേഷം സക്സസ്. ഇങ്ങനെ മരുന്നും വാങ്ങിച്ച് തിരിച്ചിറങ്ങുവാണ് ഗായ്സ്.